ചാരക്കൊല്ലിയിൽ ആക്രമണം നടത്തിയ കടുവയെ വെടിവെച്ചു എന്നൊക്കെയുള്ള തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. തറാട്ടു മേഖലയിൽ കടുവയെ ഈ RRT സംഘം വളഞ്ഞിരുന്നു. ഇപ്പോൾ അത്തരത്തിൽ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഈ കടുവയെ വെടിവെച്ചു എന്നുള്ള തരത്തിൽ വരുന്ന വിവരമാണ്. ശാന്തകുമാർ വെള്ളാരത്തുണ്ട്. ശാന്തകുമാർ, ഈ കടുവയെ വെടിവെച്ചു എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ വരുന്നുണ്ട്, സ്ഥിരീകരണമായോ? അതിൻ്റെ ഔദ്യോഗിക സ്ഥിരീകരണം അല്പസമയത്തിന് അകം വരുമെന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞത്. അനൗദ്യോഗികമായി അത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് പോയിട്ടുണ്ട്. കാരണം ഈ തെരച്ചിൽ നടത്തുന്നതിനിടെയാണ് ജയസൂര്യക്ക് നേരെ കടുവയുടെ ആക്രമണം ഉണ്ടായത്. അക്രമത്തിൽ ജയസൂര്യക്ക് ഗുരുതര പരിക്ക് ഏറ്റിട്ടില്ല എന്നാണ് ഏറ്റവും പുതിയ വിവരം. അത് ഏറെ ആശ്വാസകരമാണ്. ജയസൂര്യയുടെ വലതു കൈക്കാണ് പരിക്ക് പറ്റിയിട്ടുള്ളത്. കടുവയുടെ നഖമാണ് അയാളുടെ കൈക്ക് കൊണ്ട് പരിക്ക് പറ്റിയത് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ആ സമയത്ത് തന്നെ ഈ സംഘാംഗം വെടിവെച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് നേരത്തെ നാട്ടുകാരുടെ ചില സംശയങ്ങളും അതിനടുത്ത് നേരത്തെ പങ്കുവയ്ക്കുമ്പോൾ അവർ ഉന്നയിച്ചിരുന്നു. കാരണം 2 റൗണ്ട് വെടിവെക്കുന്ന ശബ്ദം കേട്ടിരുന്നു. അങ്ങനെയാണെങ്കിൽ വെടിവെച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ ഇപ്പോൾ കരുതുന്നത്. ഇപ്പോൾ അനൗദ്യോഗികമായി അത്തരം വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. കടുവയെ അങ്ങനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അതിലേറ്റവും ആശ്വാസകരമെന്നുള്ള RRT സംഘത്തിന് ജയസൂര്യയ്ക്ക് ഗുരുതര പരിക്ക് ഏറ്റിട്ടില്ല. അദ്ദേഹത്തിൻ്റെ വലതു കൈക്ക് മാത്രമാണ് പരിക്കേറ്റുള്ളത്. അത് പ്രാഥമിക ശുശ്രൂഷകൾ നൽകാൻ തരത്തിലുള്ള മാത്രമേ ഉള്ളൂ എന്ന് തന്നെയാണ് ഔദ്യോഗികമായിട്ടുള്ള ഒരു വിവരവും ഇപ്പോൾ ലഭിക്കുന്നത്. ആതിര, അത് തന്നെയാണ്. ഈ കടുവയെ വെടിവെച്ചു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതിനൊരു ഔദ്യോഗിക സ്ഥിരീകരണം കൂടി വരേണ്ടതുണ്ട്. ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന മറ്റൊരു ആശ്വാസ വാർത്ത എന്നുള്ളത് പരുക്കേറ്റ RRT സംഘത്തിൻ്റെ പരുക്ക് ഗുരുതരമല്ല, വലതു കൈക്ക് മാത്രം ചെറിയ തരത്തിലൊരു പരുക്കാണ് പറ്റിയത് എന്നുള്ളതാണ്. നമുക്കറിയാവുന്നതുപോലെ ഇന്ന് രാവിലെ വ്യാപക തെരച്ചിൽ നടത്തുന്നതിനിടയ്ക്കാണ് ജയസൂര്യക്ക് ഇത്തരത്തിൽ RRT സംഘാംഗം ജയസൂര്യക്ക് ഇത്തരത്തിൽ ആക്രമണം ഏൽക്കുന്നൊരു സാഹചര്യം ഉണ്ടായത്. കടുവയാണ് ആക്രമിച്ചത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച ഇടങ്ങളിൽ നടത്തുന്ന പരിശോധനയ്ക്കിടെയാണ് ഇത്തരത്തിൽ കടുവയുടെ ആക്രമണം ഉണ്ടായത്. കടുവയെ വളഞ്ഞു പിടികൂടാൻ ശ്രമിക്കുന്നതിനിടയിൽ നിന്ന് കടുവ ആക്രമിച്ച് രക്ഷപ്പെടുകയായിരുന്നു എന്നൊക്കെയുള്ളതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ എത്തിച്ചേരുന്ന നിഗമനം. അതിനിടയ്ക്കാണിപ്പോൾ ഈ ആക്രമണം നടത്തിയ കടുവയെ വെടിവെച്ചു എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. അതടക്കമുള്ള കാര്യങ്ങൾക്കൊരു ഔദ്യോഗിക സ്ഥിരീകരണം ആകേണ്ടതുണ്ട്. 8 അംഗ സംഘങ്ങളായി തിരിഞ്ഞ് 80 പേരുടെ സംഘമാണ് ഈ ഘട്ടത്തിൽ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ നമുക്കറിയാവുന്നതുപോലെ 38ഓളം ക്യാമറകൾ പലയിടങ്ങളിലായി സ്ഥാപിച്ചിട്ടുണ്ട് കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി. ഒപ്പം തന്നെ വിവിധയിടങ്ങളിൽ കൂടുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ശാന്തകുമാർ തുടരുന്നുണ്ട്. ശാന്തകുമാർ, ഈ കടുവയെ പിടികൂടി എന്നുള്ള കാര്യത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വരുന്നുണ്ടോ? ഒപ്പം ഈ ജയസൂര്യയുടെ ഒപ്പം ഉണ്ടായിരുന്ന ബാക്കി 7 പേരുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ളൊരു ആശയവിനിമയം സാധ്യമായോ? അത് ഔദ്യോഗികമായുള്ള സ്ഥിരീകരണം നൽകുന്നതിന് അവർക്ക് ചില പരിമിതികളുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അത്തരം കാര്യങ്ങളെല്ലാം പാലിച്ചു മാത്രമേ ഒരു അറിയിപ്പിലേക്ക് അവർ പോവുകയുള്ളൂ എന്ന് ഉറപ്പാണ്. കാരണം വലിയ ഒരു ദൗത്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ തോതിലുള്ള മാധ്യമ ശ്രദ്ധ നേടിയതും ഒപ്പം തന്നെ ഒരു സ്ത്രീയുടെ മരണത്തിന് വരെ കാരണമാക്കിയ കടുവാക്രമണം ഉണ്ടായതുമാണ്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ വനംവകുപ്പും ഇത്തരം കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ തയ്യാറാവുന്നുള്ളൂ എന്ന് തന്നെയാണ്. പക്ഷേ അനൗദ്യോഗികമായി ലഭിക്കുന്ന പല വിവരങ്ങളുണ്ട്. അത് വിശ്വസിക്കാൻ കഴിയുന്നത് തന്നെയാണ്. അതിൽ നിന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ഇത്തരം വിവരങ്ങളെല്ലാം ലഭ്യമാവുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ജയസൂര്യയുടെ പരിക്ക് ഗുരുതരമല്ല എന്നതാണ്. ഒപ്പം തന്നെ ഈ കടുവയെ വെടിവെച്ചിട്ടുമുണ്ട്. വെടിവെച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അനൗദ്യോഗിക സ്ഥിരീകരണത്തിനൊപ്പം തന്നെ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നത് നാട്ടുകാരിൽ ചിലർ അത്തരം കാര്യങ്ങൾ ജയസൂര്യ അടങ്ങുന്ന സംഘം കടുവയെ വെടിവെച്ചിട്ടുണ്ട് എന്നുള്ളതാണോ? തീർച്ചയായിട്ടും എല്ലാ സംഘത്തിനൊപ്പം തന്നെ തോക്കുധാരികളായ 2 സംഘാംഗങ്ങൾ കൂടിയുണ്ട്. അവർക്ക് ഈ കടുവയെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെടിവെക്കാനുള്ള ഉത്തരവ് നേരത്തെ തന്നെ ഉണ്ട്. ഒന്നുകിൽ കൂട്ടിൽ അടയ്ക്കാം, ഇല്ലെങ്കിൽ മയക്കു വെടിവെക്കാം, അല്ലെങ്കിൽ നേരിട്ട് ഷൂട്ട് ചെയ്യാം. അതായത് ഇത് ഇപ്പോൾ ഒരു സേനാംഗത്തെ നേരെ അക്രമമാണ് ഉണ്ടായിരിക്കുന്നത്.
അല്ല, തീർച്ചയായിട്ടും മയക്കുവെടിയല്ല. നേരിട്ട് ഷൂട്ട് ചെയ്യുന്ന വലിയ സാധാരണ മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന തോക്കുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വെടി വയ്ക്കുന്നത്. അതായത് അത് അങ്ങനെയാണെങ്കിൽ ഗുരുതര പരിക്ക് പറ്റാം, ഇല്ലെങ്കിൽ ജീവഹാനി വരെ സംഭവിക്കാൻ കഴിയുന്നത് തന്നെയാണ്. ഷൂട്ടാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്, മയക്കുവെടിയല്ല. മയക്കുവെടി വയ്ക്കുന്നതിന് കടുവയെ പ്രത്യേകം ലൊക്കേറ്റ് ചെയ്ത് അതിൻ്റെ നടപടികൾ പൂർത്തിയാക്കി അവരുടെ കടുവയുടെ മൂവ്മെൻ്റ് എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അത്തരം കാര്യങ്ങളിലേക്ക് പോവുകയുള്ളൂ. അരുൺ സക്രിയ ഉൾപ്പെടെയുള്ളവർ ഈ സമയത്ത് പഞ്ചാരക്കൊല്ലിയിലായിരുന്നു. മറ്റ് 4 വെറ്റിനറി വിദഗ്ധരാണ് അങ്ങോട്ട് പോയിരുന്നത്. ഈ വിവരം അറിഞ്ഞതിന് ശേഷമാണ് അരുൺ സക്രിയയുടെ നേതൃത്വത്തിലുള്ള സംഘം വനത്തിലേക്ക് തിരിച്ചത്. അത് ഏകദേശം ഇപ്പോൾ അരമണിക്കൂറിലധികമായി. അതുകൊണ്ട് തന്നെ ഈ ജയസൂര്യയുടെ പരിക്ക് ഗുരുതരമല്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന നടപടികളിലേക്ക് ഒന്നും കഴിഞ്ഞിട്ടില്ല. പ്രാഥമികമായിട്ടുള്ള ഒരു സംഘം ഇപ്പോൾ വരുന്നതാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ ഷീൽഡും മറ്റുമായിട്ട് തന്നെയാണ് ഇവർ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത്, തെരച്ചിലിന് പോയിട്ടുണ്ടായിരുന്നത്.